പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഇന്ന് നടന്നിരുന്നു. എന്തു തോന്നുന്നു? പ്രതിപക്ഷ നേതാവ് പറയുന്നത് നയപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഈ വികസിത കേരളത്തിന് വേണ്ടി ഈ ഭരണപക്ഷത്തിരുന്ന സമയത്ത് LDF ഭരണപക്ഷത്തിരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത രൂപരേഖകളെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം ED കണ്ടതിനെ പറ്റി ഞാൻ പറയാം, അതിലേക്ക് വരാം. പക്ഷേ ജനങ്ങളെല്ലാവരും പറയുന്നു ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിലുള്ള നയപ്രഖ്യാപനമാണ് ഇന്ന് നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. പല പദ്ധതികളും മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ശ്രദ്ധയിലെത്തിക്കൊണ്ടുള്ള നയപ്രഖ്യാപന കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും ഇവർക്ക് പൊള്ളാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ കേരയിൽ പദ്ധതിക്ക് പകരം ഹൈസ്പീഡ് പദ്ധതിക്ക് വേണ്ടി ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി ശ്രീധരനുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. സംതിങ് എന്തോ ഒരു വലിയ സംഭവവികാസങ്ങൾ വരാൻ പോകുന്നത്. കരുതലിൻ്റെ കാരുണ്യ കൈനീട്ടങ്ങളാണ് ഇന്ന് മുഴുവൻ ഈ നയപ്രഖ്യാപനത്തിൽ ഗവർണർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമായിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ എങ്ങനെ വാർത്താ സമ്മേളനം നടത്തിയോ അതിൽ നിന്ന് കുറച്ച് ചിരി മുഖത്ത് ഒപ്പിച്ചു വെച്ചതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കിട്ടി. ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിരിയൊക്കെ മായുന്ന തരത്തിലുള്ള ചിരിയാണ്. ഒപ്പിച്ച ചിരികൾക്ക് അത് വേച്ച് കെട്ടിയാൽ നമ്മൾ ചിരിക്കില്ലല്ലോ. ഇതിന്റെ അവസാന നിമിഷമാണ് ഈ ED ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളിൽ AA റഹീമും ഗോവിന്ദൻ മാഷും അതുപോലെ KK രാഗേഷും P ജയരാജനും അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്തൊരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, പിണറായി വേട്ട. BJP സംഘപരിവാരം ഇടതുപക്ഷത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങൾ ഒന്നൊരുമിച്ചുകൊണ്ട് സഖാക്കന്മാർ പൂരകടനമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അതിനെല്ലാം തച്ച് തകർക്കുന്ന ഒരു വാർത്താ സമ്മേളനമായി പോയി. പിണറായി വിജയൻ എന്ന സത്യസന്ധനായ പ്രതിപക്ഷ നേതാവ് സത്യം തുറന്നു പറഞ്ഞു, സഖാക്കന്മാരെ നിങ്ങൾ പിണറായിയോട് ക്ഷമിക്കണം. ED വന്നത് പിണറായിയെ തിരക്കിയല്ല, ED വന്നത് വീണ തൈക്കണ്ടിയെ തിരക്കിയാണ് എന്ന് സത്യം പ്രതിപക്ഷ നേതാവിനെന്ന് പറയേണ്ടി വന്നു. ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായി വിജയനെ വേട്ടയാടുന്നു, ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ED ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിട്ടുള്ള, റെയ്ഡ് നടത്തിയിട്ടുള്ള മറ്റു പ്രമുഖർ ആയ രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരിട്ട് അദ്ദേഹം അവർ ചോദ്യം ചെയ്തു, അവരുടെ വീട് റെയ്ഡ് ചെയ്തു. അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ ജയിലിൽ പോകേണ്ടുന്ന സാഹചര്യമുണ്ടാകും. ഇനി കേരളത്തിലേക്ക് വന്നാൽ KM ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. KM ഷാജി നൈസായിട്ട് താഴെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു, തിരിച്ചു പോകുന്നു. ഇവിടെ ഇതൊക്കെ ഒരു പക്ഷെ വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ള പകപോക്കലാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ, പകപോക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് EDക്ക് സംശയം ഉണ്ടായാലും ED അന്വേഷിക്കട്ടെ. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം, കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് വീണ തൈക്കണ്ടി ഒരു അക്ഷരം വീണ തൈക്കണ്ടിയുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ നേതാക്കന്മാർക്ക് ആർക്കും എന്തുണ്ടായിരുന്നില്ല, ഭയമുണ്ടായിരുന്നില്ല. അത്തരം നീക്കങ്ങളിൽ സഹകരിച്ചു. ഇനി പിണറായി വിജയന്റെ മകളെ തിരക്കി വരേണ്ടത് പിണറായി വിജയന്റെ വീട്ടിലേക്കല്ല എന്നുള്ളത് നമുക്കറിയാം. പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കുകയും പിണറായി വിജയന്റെ മകളായ വീണ തൈക്കണ്ടി ഈ പറയപ്പെടുന്ന വാടക കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, കന്റോൺമെന്റ് ഹൗസിൽ കയറി റെയ്ഡ് നടത്തില്ല. അപ്പോൾ കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാത്ത VD സതീശൻ മാറാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കൃത്യമായ കാര്യം പറഞ്ഞത്. രണ്ടുപേരും രണ്ട് വീട്ടിലായിരുന്നുവെങ്കിൽ, അച്ഛനും മകളും ഒരുമിച്ച് താമസിക്കുമ്പോൾ മകളുടെ മുകളിൽ ഒരു കുറ്റമുണ്ടെങ്കിൽ അതന്വേഷിക്കുന്ന ഏജൻസിക്ക് ആ വീട് റെയ്ഡ് ചെയ്യുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ഇന്ന് പിണറായി വിജയൻ പറയുന്നു, അവർ വന്നു, എന്നോടൊരക്ഷരവും ചോദിച്ചില്ല, ഞാൻ അത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു. MV ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞ അപ്പം വിറ്റ പോലെ ആയിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസംഗം. ഈ വന്ധ്യവയോധികനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ 8 മണിക്കൂർ നേരം അപ്പിടാൻ ബാത്റൂമിൽ പോലും വിടാതെ പിടിച്ചു വെച്ചു ED എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, KM ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ KM ഷാജി സീറ്റ് പൊട്ടി വന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഇപ്പോഴും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പിണറായി വിജയൻ ഇറങ്ങി പൊക്കൂടായിരുന്നു, എന്തിനാ അവിടെ കുത്തിയിരുന്നേ? പ്രതിപക്ഷ നേതാവല്ലേ. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ മുഹമ്മദ് റിയാസ് പരിയാദം പറഞ്ഞ് DC ഓഫീസിലല്ലേ പോയിരുന്നത്, കാരണം കോഴിക്കോട് DC-യിലായിരുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വേറെ കൊണ്ടിലും മാറി നിൽക്കാമായിരുന്നല്ലോ, AKG ഭവനിലേക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ മാറി നിന്നാൽ പിണറായി വിജയനെതിരെ ആണ് ഈ പ്രകടനം, EDയുടെ അന്വേഷണം എന്ന് പുറത്ത് പറയാനും ജനങ്ങളെ കൊള്ളിക്കാനും പറ്റില്ലല്ലോ. ബിനുഗുണ്ടയെ പോലെയുള്ളവർക്ക് മുട്ടയുമായി ഈ പറയപ്പെടുന്ന
വാഹനത്തിന് പിന്നാലെ ഓടാൻ സാധിക്കില്ല. അതിനുശേഷം നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളൊക്കെ കണ്ടതല്ലേ, സമാധാനത്തോടെ അവരോട് വന്നിരുന്നു, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 3 തവണ എഴുതേക്കാൻ ശ്രമിച്ചു, മുട്ട് പിടിക്കുന്നില്ല. 3ാമത്തെ വട്ടം കസേരയിൽ എഴുന്നേറ്റു, ഒറ്റ തവണത്തെ നടത്തി. നമ്മളൊക്കെ കണ്ടതാണ് ആ സമാധാനം. ഗ്ലാസും ചില്ലും എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ബിനീഷ് കോടിയേരി ഇവരോടൊക്കെ പറയുന്നുണ്ട്, തല്ലല്ലേ തല്ലല്ലേ തല്ലല്ലേ, ഇത് ഈടിയാണ്, വലിയ പാടാണ്, വിടൂ വിടൂ വിടൂ, പാടാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അവസാനം മുൻ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു, വീണയുടെ ഒരു അക്കൗണ്ട് ഇഡി എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. നിങ്ങൾ പറയുന്ന അത്രയും നമ്പറുകളൊന്നും ഇല്ല, ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ്? ഈ പറയപ്പെടുന്ന റെയ്ഡിൽ വീണയെ ചോദ്യം ചെയ്യത്തക്ക തരത്തിലുള്ള തെളിവുകൾ ഇഡിയുടെ പക്കലുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഇനിയിപ്പോ 248 അക്കൗണ്ട് ഇല്ല, അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കള്ള വാർത്തകളാണെന്നാണ് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാധ്യമ സംസ്കാരം വളരെ അധപ്പതിച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷത്തിന് നേരെയായാലും ഭരണപക്ഷത്തിന് നേരെയായാലും എനിക്കത് പറയാതിരിക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയൊക്കെ എവിടുന്നാണ് 248 അക്കൗണ്ട്, എന്താണ് ഇത്, ഒരാൾക്ക് എങ്ങനെയാണ് 248 അക്കൗണ്ട് ഉണ്ടാകുക? അതൊക്കെ തെറ്റായ വാർത്തകൾ. വീണയ്ക്കുണ്ടായിരുന്ന അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും വാർത്തയാക്കിയ ഒരു വാർത്തയാണത്. 18 കോടി രൂപ വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. 18 കോടി രൂപ ഉണ്ടാവും. സ്വാഭാവികമായും ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്ന ഒരാളുടെ അക്കൗണ്ടിൽ 18 കോടി രൂപ വേണ്ടേ? സമാഹരിച്ച പണം വേണ്ടേ? ഞാൻ പറയുന്നത് പിണറായി വിജയൻ. പക്ഷേ ഇപ്പോഴും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നഷ്ടത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് 10 കൊല്ലമായിട്ടും. കാരണം ഈ മേടിച്ച പൈസയൊക്കെ എക്സൽ നന്നാക്കാനും പവർ പോയിന്റ് നന്നാക്കാനും ഒക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. അരുൺകുമാറിന്റെ ഭാഷ എക്സൽ നന്നാക്കണം, പവർ പോയിന്റ് നന്നാക്കണം, ഔട്ട്ലുക്ക് നന്നാക്കണം, ഇതിനൊക്കെ പണം വേണ്ടേ? പണം കൊടുത്ത് എക്സാലോജിക്ക് ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന കടത്തിലേക്ക് പോയിട്ടുണ്ടാവും. എന്തായാലും വി ഡി സതീശൻ മിണ്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് സമാധാനിക്കാം. വി ഡി സതീശന് പകരം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം കാണും. ഒരു മുഖ്യമന്ത്രി അതായത് ഡൽഹിയിൽ പോകുമ്പോഴും കോഴിക്കോട് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് കുത്തിക്കയറ്റി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന നേതാവാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന നേതാവാണ്. അടുത്ത തവണ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ മറുപടി പറയുമായിരിക്കും. ഒരു വാചകത്തിൽ ഒതുക്കുന്ന ഒരു മറുപടി പറഞ്ഞാൽ മതി ഈ കാര്യത്തിൽ. അല്ലാതെ പിണറായി വിജയൻ്റെ മകൾ കേസിൽപ്പെടുകയും ആ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി വരികയും അവർ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യുകയും ചെയ്തതിന് കോൺഗ്രസ്സുകാരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് പറയാനാണ്? കേസ് അന്വേഷണം നടക്കട്ടെ, കേരള പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്. കേരള പോലീസായിരുന്നു അന്വേഷിക്കുന്നതെങ്കിൽ വി ഡി സതീശനും രമേശിനെതിരേക്ക് അതിന് കൃത്യമായ മറുപടി പറയണമായിരുന്നു. ഇനി പിണറായി വിജയനെ തിരക്കിയാണ് ഇ ഡി വന്നിരുന്നതെങ്കിലും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ബാധ്യത വി ഡി സതീശനുണ്ടായിരുന്നു. ഇത് പിണറായി വിജയനെ പറ്റിയല്ലല്ലോ. പാർട്ടി അംഗമല്ലാത്ത, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത വീണ തൈക്കണ്ടിക്കെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. എന്തായാലും പൊൻകുടം മാഞ്ഞിരിക്കുന്നു. ഇതുവരെ പാർട്ടിക്കാർ കോട്ടക്കൊത്തളം ഒരുക്കിയിരിക്കുന്നത് പിണറായി വിജയനെ ചോദ്യം ചെയ്തു എന്ന തരത്തിലാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ സമ്മതിച്ചു. ഇനി ചോദ്യം ചെയ്താൽ പോലും ഒരു പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പിണറായി വിജയൻ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് വീണ വാ തുറക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കൈകൾ ശുദ്ധമാണെങ്കിൽ എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണല്ലോ, ഈ കൈകൾ ശുദ്ധമാണ് സാർ, മടിയിൽ കനവില്ലാത്തവന് പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ കൈകൾ ശുദ്ധമാണെങ്കിൽ വീണ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വാക്കുകൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ സൂക്ഷിച്ച് കേൾക്കണം. എൻ്റെ രാഹുലെ, ഈ കൈകൾ ശുദ്ധമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, കൂടെയുള്ള വാക്കുള്ളവരുടെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ എൻ്റെ മറുപടി.